ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കോടതിയിൽ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രധാനപ്പെട്ടൊരു തെളിവ് ഹാജരാക്കുന്നുണ്ട്. അതായത് വിശ്വം 5 ലക്ഷം രൂപ ഫ്ലാറ്റ് വാങ്ങിക്കാനായിട്ട് അഡ്വാൻസ് ആയിട്ട് കൊടുത്തു എന്നുള്ളതിൻ്റെ രേഖയാണ്. അപ്പോൾ വാദിക്കുന്നത് വിശ്വൻ്റെ സഹോദരൻ വിനായകനാണ് ഈ ഒരു കാര്യം ചെയ്യിച്ചത്. അതായത് ഒരു ചിട്ടിയിൽ ചേരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സൈൻ ചെയ്ത് കൊടുത്തതെന്നൊക്കെ വാദിക്കുന്നുണ്ട്. അപ്പോൾ ആ ചിട്ടി നടത്തുന്നത് SK ട്രേഡേഴ്സ് ശ്രീകാന്തിൻ്റെ ഭാര്യ പിതാവായ ചന്ദ്രശേഖരൻ്റെ ആണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അയാളാണ് ഈ ചിട്ടി നടത്തുന്നതും ഫ്ലാറ്റ് കൊടുക്കുന്നതും ഒക്കെ. അപ്പോൾ അമ്മായിച്ചനും മരുമോനും കൂടിയിട്ട് മനഃപൂർവ്വമായിട്ട് വിശ്വനെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. മാത്രമല്ല, മോഷ്ടിക്കപ്പെട്ട പൈസയുടെ 5 ലക്ഷം രൂപയുടെ സീരിയൽ നമ്പർ വരെ അവരിവിടെ ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ ആ സീരിയൽ നമ്പർ ഇവർ മുൻകൂട്ടി എന്തിനാണ് അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചത്? അതായത് മനഃപൂർവ്വമായിട്ട് വിശ്വനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ക്യാഷിൻ്റെ സീരിയൽ നമ്പർ ഇവർ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നൊക്കെ വാദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് ആ സമയത്ത് ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ, ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത്. അപ്പോഴേക്കും എതിർവക്കീലിരുന്നിട്ട് ഒബ്ജക്ഷനൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒബ്ജക്ഷൻ ഓവറോൾ എന്നൊക്കെ പറഞ്ഞിട്ട് വാദം തന്നെ കേൾക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് അമ്മായിച്ചനും മരുമകനും കൂടി മനഃപൂർവ്വമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിശ്വനോട് ഇങ്ങനെ ചെയ്തത്. ബാങ്കിൽ നിന്ന് പിൻവലിച്ച പണം അതേ പൈസ തന്നെ ആ സീരിയൽ നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇവർ ഈ കള്ളക്കേസ് ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞ് വാദിക്കാൻ. അതിന് പ്രധാനപ്പെട്ടൊരു സാക്ഷിയെ ഇന്നലെ വിസ്തരിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീകാന്തിൻ്റെ മാനേജർ സുഭാഷ്. അദ്ദേഹത്തെ ഒന്നും കൂടെ വാദിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ 5 ലക്ഷത്തിൻ്റെ കാര്യം. ആ 5 ലക്ഷം രൂപ ചന്ദ്രശേഖരൻ്റെ കയ്യിലുണ്ടാവും. അതല്ലാതെ ആ 5 ലക്ഷം രൂപ പ്രോസിക്യൂഷൻ ഇതുവരെ ഇവിടെ ഹാജരാക്കിയിട്ടില്ല. എന്തായാലും തൊണ്ടി മുതൽ ഹാജരാക്കാന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അത് ഇതുവരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് കള്ളക്കേസാണെന്നുള്ളത് ഒരു ഉറപ്പായിട്ടുള്ള കാര്യമൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാദിക്കുന്നുണ്ട്. അപ്പോൾ വാദം നോക്കിയിട്ട് നമ്മുടെ വിക്രമും അതുപോലെ തന്നെ മാഷും ശ്രീജൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ സുഭാഷിനെ യൂസ് ചെയ്യാനായിട്ട് കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ വേദയ്ക്ക് നല്ല പ്രതീക്ഷയായിരുന്നു കേട്ടോ സുഭാഷ് സത്യം പറയുന്നുള്ളത്. അങ്ങനെ സുഭാഷിനോട് ചോദിക്കുകയാണ്, ഈ ശ്രീകാന്ത് അതായത് SK ട്രേഡേഴ്സിൻ്റെ മാനേജരെ നിങ്ങളാണോ കാശ് ഏൽപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ തന്നെയാണെന്ന് ആരും പറയുന്നുണ്ട് കേട്ടോ. വക്കീൽ പറയുന്ന കാര്യം എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളാണോ ആ 5 ലക്ഷം രൂപ മാനേജർ കയ്യിൽ ബാങ്കിലിടാൻ കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ തന്നെയാണ്. അപ്പോൾ ഷാജി വെച്ച് ആ പണം മോഷ്ടിക്കാൻ പറഞ്ഞതും നിങ്ങൾ തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. മേഡം എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ എന്തിനാണ് എൻ്റെ മുതലാളിയെ ചതിക്കുന്നത്? ഞാൻ എന്തിനാണ് ആ പണം തട്ടിയെടുക്കാൻ ആൾക്കാരെ ഏൽപ്പിക്കുന്നത്? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ കേട്ടോ. അതോടുകൂടിയിട്ട് ആകെ വേർക്കാണ് കേട്ടോ. അപ്പോൾ പറയും, നിങ്ങളല്ലേ ഇന്നലെ എന്നോട് സമ്മതിച്ചത്, നിങ്ങളാണത് ചെയ്തതെന്നുള്ള കാര്യം. ആ ബാഗിൻ്റെ ഉള്ളിൽ വെള്ള കടലാസുകൾ നിറച്ച് ഈ ഒരു കേസിൽ തിരിമറി നടത്തിയത് നിങ്ങളും കൂടെ അറിഞ്ഞിട്ടാണ് ഇന്നലെ നിങ്ങൾ എന്നോട് സമ്മതിച്ചതല്ലേ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ആൾ കോടതിയോട് പറയുകയാണ്, ഇതൊന്നും ഉണ്ടായിട്ടുള്ള സംഭവമല്ല, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുമില്ല, ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴേക്കും എതിർ വക്കീൽ വന്നിട്ട് പറയാണ്, ഈ വക്കീൽ കേസ് നടത്താൻ നോക്കുകയാണ്. അതായത് ഞങ്ങളുടെ സാക്ഷിയെ കൊണ്ടുവന്നിട്ട് വീട്ടിൽ പോയി പണം കൊടുത്ത് സ്വാധീനിച്ച് വാദം മാറ്റാൻ നോക്കുകയാണ്, അയാളുടെ മൊഴി മാറ്റി പറയിക്കാൻ നോക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് വേദയെ കോടതിയിലിട്ട് അപമാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജഡ്ജി പറയുന്നുണ്ട്, എന്തായാലും തെളിവുകളാണ് കോടതിക്ക് മുഖ്യം. അതുകൊണ്ട് ഇപ്പോൾ ഈ സാക്ഷിയെ വിസ്തരിച്ചതിൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ പ്രോസിക്യൂഷന് ഇതുവരെ ആ 5 ലക്ഷം രൂപ കോടതിയിൽ ഹാജരാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ആദ്യം ആ 5 ലക്ഷം രൂപ ഇവിടെ ഹാജരാക്ക്. അതിനുശേഷം മാത്രമേ ഇനി ഈ കേസ് കേസിൽ തീരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അടുത്ത 26-ന് കേസ് വെച്ചിരിക്കുന്നു എന്ന് പറയാൻ കേട്ടോ. അതോടുകൂടിയിട്ട് സങ്കടത്തോടു കൂടിയിട്ട് കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോരാണ്. ശ്രീകാന്ത് അണ്ണനിൽ പരിഹസിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എന്തായാലും കുഴപ്പമില്ല, ഇന്നലെ നീ വാദിച്ചതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. പക്ഷേ എനിക്കെതിരെ വാദിക്കാനായിട്ട് നീ ആളായിട്ടില്ല. പിന്നെ കോടതി പറഞ്ഞ 5 ലക്ഷം രൂപ അത് ഞാൻ കോടതിയിൽ കോടതിയിൽ ഹാജരാക്കിക്കോളാം. അതോടുകൂടിയിട്ട് ഈ കേസിനൊരു തീരുമാനമാകും. നീ എന്തായാലും ഈ കേസിന് വേണ്ടി വിയർക്കണ്ട. ഉറപ്പായിട്ടും നിൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ കുടുങ്ങിയത് തന്നെ. എന്തായാലും എനിക്ക് സഹതാപമുണ്ട്, നീ വെറുതെ ആവശ്യമില്ലാത്തത് കാര്യങ്ങൾ ചെന്ന് തലയിട്ടല്.
ഇതിൽ നിന്ന് നീ പാഠം പഠിക്കും, നിന്നെ ആ വീട്ടുകാർ വെറുക്കും, നിന്നെ ആ വീട്ടുകാർ പിന്തള്ളും, പുറത്താക്കും. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നതെന്നൊക്കെ വിശ്വനല്ല ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നന്ദിനിനെയാണ് കേട്ടോ. നന്ദിനി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ വിനായകൻ വന്ന് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, പുറത്തേക്ക് നോക്കിയിട്ടെന്ന് പറയും കേട്ടോ. അല്ല വിശേട്ടൻ എങ്ങാനും പുറത്തിറങ്ങുമെന്ന് ആലോചിച്ചിട്ട് ഞാൻ ആകെ വിഷമിച്ചിരിക്കുക. വിശേട്ടൻ പുറത്തിറങ്ങണേ നിനക്കെന്താ എന്ന് ചോദിക്കണം. അയ്യോ വിശേട്ടൻ പുറത്തിറങ്ങണേ എനിക്ക് സന്തോഷമുള്ളൂ, പക്ഷേ അവളാണല്ലോ ഇറക്കണേന്ന് ആലോചിക്കുമ്പോഴേ അവളിവിടെ പിന്നെ സ്റ്റാർ ആവൂലേ, അതാലോചിച്ചിട്ട് എനിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല. അവളെങ്ങാനും വിശേഷനെ പുറത്തിറക്കി കൊണ്ടുവരുമോ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കും കേട്ടോ. അത് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, ഇന്നലെ നല്ല രീതിയിൽ തോറ്റതല്ലേ, അപ്പം ഇന്നും ആ പ്രതീക്ഷ തന്നെയാണ് എനിക്ക്. പക്ഷേ വിശേഷനകത്ത് കെടുക്കേണ്ടി വരുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമം എന്നിങ്ങനെ വിനായകൻ പറയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രീജിയും മാഷും ഓട്ടോയിൽ വന്നിറങ്ങാണേ. അവർ രണ്ടുപേരും ഓട്ടോയിൽ വരുമ്പോൾ ബാക്കിൽ കൂടെ തന്നെ വിക്രമും വേദയും വണ്ടിമേലുണ്ടാവും. അപ്പോൾ കമലാമ്മ ഓടി വരികയാണ് കേട്ടോ. അപ്പോൾ നന്ദിനി പറഞ്ഞേ വിശേട്ടൻ ഇല്ലല്ലോ നിങ്ങൾ വിനായകനെ ചൂട്ടി പറയുന്നുണ്ട് കേട്ടോ. എന്താ ആരെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്, വിഷയം വന്നില്ലേ, വിഷയം ജാമ്യം കിട്ടില്ലെന്ന് പറയുമ്പോഴേക്കും ശ്രീജക്ക് അറിയാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ എന്താ സംഭവിച്ചത് എന്ന് പറയും. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, ഇല്ല അമ്മ പറഞ്ഞതുപോലെ ഞാൻ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് പോയത്, വിശേട്ടൻ എൻ്റെ കൂടെ ഉണ്ടാവുന്നു, പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നടന്നില്ല എന്ന് പറയും. അപ്പോൾ നമ്മളെ വിക്രം പറയുന്നുണ്ട്, നീ ആ സാക്ഷിയെ വിശ്വസിച്ചതാണ് തെറ്റായിപ്പോയത് എന്ന് പറയും വേദനയോട്. ഇപ്പോൾ വേദ ഒന്നും മിണ്ടാതെ കുമ്പിട്ട് വെക്കുകയാണ്. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, വേദന വാക്ക് വിശ്വസിച്ച് നമ്മൾ നിന്നത് തെറ്റായിപ്പോയി അമ്മേ, വേദയ്ക്ക് ആ രീതിയിലൊന്നും അവിടെ വാദിക്കാൻ കഴിഞ്ഞില്ല നല്ല രീതിയിൽ എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, അയാൾ എന്നോട് ഇന്നലെ സമ്മതിച്ചതാണ് ശ്രീജടുത്തി കോടതിയിൽ വന്ന് സത്യം പറയാമെന്ന്, ഞാൻ അയാളെ വാക്ക് വിശ്വസിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ ശ്രീജയാണെന്നുണ്ടെങ്കിൽ വേദന കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് കേട്ടോ. വേദയ്ക്ക് നല്ല രീതിയിൽ വാദിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമേ ഞാനും ഉദ്ദേശിച്ചുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, ഓ ഇതാണ് അപ്പോൾ സംഭവിച്ചതല്ലേ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഈ വെറുതെ വായിട്ടളിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ, വെറുതെ കാണാപ്പാടം വായിച്ച് എഴുതി വക്കീൽ പരീക്ഷ പാസ്സായി എന്നല്ലാതെ ഇവളൊന്നും ഒരു കേസ് വാദിക്കാൻ പോകുന്നില്ല. ഇവളെന്തുകൊണ്ടാണെന്നോ വിശേഷൻ്റെ കേസ് എന്നെ ഇവിടെ വാദിക്കാമെന്ന് തീരുമാനിച്ചത്, കാരണം പുറത്തുനിന്ന് ആരും ഇവൾക്ക് കേസൊന്നും കൊടുക്കൂല, അതുകൊണ്ട് ഇവിടുത്തെ കേസ് വാദിച്ച് വിശേഷം ജയിലിൽ പോവുകയും ചെയ്യും, ഇവൾക്ക് സ്റ്റാർ ആവുകയും ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദിനി വർത്താനം പറഞ്ഞിട്ടോ. അപ്പോൾ കമല പറയും, ഒന്നും മിണ്ടാതെ നിൽക്കുന്ന നന്ദിനി, ഞാൻ മിണ്ടാതെ നിന്നിട്ട് എന്താ കാര്യം, ഞാൻ പറഞ്ഞത് സത്യമല്ലേ, ഇവിടെ വലിയ ആൾ പറഞ്ഞു ഞാനിട്ട് ഇവിടുന്ന് വിശേഷനെ പുറത്തിറക്കാന്നൊക്കെ പറഞ്ഞു പോയിട്ട് 2 പ്രാവശ്യം തോറ്റു മടങ്ങി വന്നില്ലേ, ഇവളൊക്കെ വിശ്വസിക്കുന്നതിന് വരം ശ്രീജയെടുത്തി വേറെ വല്ല വക്കീലിനെ വെച്ച് ഇങ്ങോട്ട് കേസ് വാദിക്കാൻ നോക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ജയിലിൽ പോകും എന്ന് പറയാണ്. അപ്പം വേദ തിരിഞ്ഞു നിന്നിട്ട് നന്ദിനി എടുത്ത് വെറുതെ അപവാദം പറഞ്ഞുണ്ടാക്കരുത് കേട്ടോ, എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്, വിശേഷനെ പുറത്തിറക്കാൻ ഇപ്പോൾ പറ്റില്ല എന്നുള്ളത് സത്യം തന്നെയാണ്, പക്ഷേ നാളെ അടുത്ത വാദത്തിൽ ഞാൻ ഉറപ്പായിട്ടും വിശേഷനെ പുറത്തു കൊണ്ടുവരും, ഇത് പറയുന്നത് വേദയാണ് എന്നൊക്കെ പറയട്ടെ. ഓ നീ കുറേ പറയുന്നത് കേട്ടിട്ടുള്ളത്, ശ്രീജയടുത്ത് ഞാൻ പറഞ്ഞത് മറക്കണ്ട, വേണമെങ്കിൽ ഇവിടെ മാറ്റിയിട്ട് വേറെ വക്കീലിനെ വെച്ചോ എന്ന് പറയും. അപ്പോഴേക്കും മാഷിന് ദേഷ്യം വരാൻ കേട്ടോ. അപ്പോൾ മാഷ് പറയുന്നു, മതി നിർത്ത്, കോടതിയിൽ എന്താ നടന്നതെന്ന് ഇങ്ങനെ വിളിച്ച് പറയാനായിട്ട് നന്ദിനി കോടതിയിലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പം നന്ദിനി ഒന്നും ഇണ്ടാതെ നിൽക്കുകയാണ്. അപ്പം കമല പറയും, നിങ്ങൾ പറയണതൊന്നും എനിക്ക് മനസ്സിലാവുന്നത്, എനിക്ക് ഒരു കാര്യം അറിയേണ്ട കാര്യമില്ല, വിച്ചിന് എപ്പോൾ പുറത്തിറങ്ങാൻ പറ്റും അതാണ് എനിക്ക് അറിയേണ്ടത് എന്ന് പറയും കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ശ്രീയേട്ടൻ്റെ മാനേജർ വന്നിട്ട് സത്യം പറയാമെന്ന് പറഞ്ഞിരുന്നതാണ്, പക്ഷേ അയാൾ ആ സമയത്ത് കാല് മാറി, അതാണ് പ്രശ്നമായി പോയത്, പക്ഷേ ഇന്ന് എനിക്കത് തെളിയിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ആ 5 ലക്ഷം രൂപ അവരവിടെ സമർപ്പിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് വിശേഷനെ എനിക്ക് പുറത്തിറക്കാൻ കഴിയുമെന്നൊക്കെ വേദ ഉറപ്പ് പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീകാന്ത് വരികയാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയും, ആഹാ കേസ് തോറ്റതിന് ഇവരെല്ലാം കൂടെ നിർത്തി നിന്നെ പൊരിക്കുകയായിരിക്കുമല്ലേ എന്ന് പറയട്ടോ. നിങ്ങളോട് ആര് പറഞ്ഞ് ഇങ്ങോട്ട് വരാമെന്ന് വേദ ചോദിക്കുകയാണ് കേട്ടോ. ഞാനേ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി വന്നതാണ്, വെറുതെ കാറൊന്നും ഇങ്ങോട്ട് വളച്ചെന്നേ ഉള്ളൂ, എന്തായാലും ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചത് നടന്നു എന്ന് പറയണേ. അപ്പോൾ വേദനോട് ശ്രീകാന്ത് പറയുകയാണ്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതൊന്നും നടക്കൂലെന്ന്. അപ്പോൾ കമലാമ്മ പറയാണ് കേട്ടോ, എൻ്റെ മോൻ വിശ്വം നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയാം കേട്ടോ. അയ്യോ അയാളോട് എനിക്ക് ഒരു കുറ്റവും ഇതുമില്ല, ഒരു ദേഷ്യവും പ്രശ്നവും, പക്ഷേ എനിക്ക് ദേഷ്യമുള്ളത് ഇവളോടും ഈ നിൽക്കുന്നവനുണ്ടല്ലോ അവനോടാണ്. അവനാണ് എൻ്റെ കുടുംബത്തെ അപമാനിച്ചത്, എൻ്റെ ഇപ്പോൾ അപമാനിക്കപ്പെട്ട് നിൽക്കുന്നത് ഇവളും ഇവനും കാരനാണ്. അതുകൊണ്ട് ഞാൻ ഇനിയും ഇതേപോലെ എന്തെങ്കിലും ചെയ്തെന്നിരിക്കും. എന്തായാലും നിങ്ങളുടെ മകൻ്റെ ജീവിതം ജയിലിനുള്ളിൽ തന്നെയാവും, ഇവളാണല്ലോ കേസ് വാദിക്കുന്നത് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ വേദ പറയും, നിങ്ങളുടെ മനസ്സിലിരിപ്പ് ഒരു കാലത്ത് നടക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നു.
അപ്പോൾ ശ്രീകാന്ത് പറയും നടക്കും, നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് വരെ ഇതൊക്കെ നടന്നുകൊണ്ടേയിരിക്കും എന്ന് പറയും കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നത് വേദയാണ്, അതൊരിക്കലും നടക്കൂല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പറയുന്നത് വേദ ശങ്കരനാരായണനാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയാണ് കേട്ടോ, നീ ഇപ്പോഴും പറയുന്നത് വേദ ശങ്കരനാരായണൻ എന്നാണ്, അതായത് പണിക്കത്ത് ശങ്കരനാരായണൻ്റെ മകളാണ് നീ. ആ കുടുംബത്തിന് അപമാനമായിട്ട് നിന്റെ വയറ്റിൽ ഒരു തെണ്ടീര മകൻ ഉണ്ടാവാനായിട്ട് ഞാൻ അനുവദിക്കൂല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിഗ്രഹം ഒന്നും മിണ്ടാതെ തല മുമ്പിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് പോവുകയാണേ. അപ്പം മാഷ് ശ്രീകാന്തിനോട് ഒന്ന് നിന്നവിടെ എന്ന് പറഞ്ഞിട്ട് നിർത്താണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുമ്പോൾ മാഷ് ഇങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട്, വേദ എന്നുള്ള ഈ പെൺകുട്ടി ഈ വീട്ടിലേക്ക് വന്നത് അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. ഞങ്ങളാരും അവളെവിടെ പിടിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ വാക്കുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സംസാരം നിങ്ങളോട് സംസാരിക്കാനായിട്ടുള്ള ഇടവരുത്തിയത്. പിന്നെ ഈ പെൺകുട്ടി എത്ര കാലം ഇവിടെ ജീവിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഇവള് തന്നെയാണ്. എൻ്റെ മകൻ ഇവളെ ഭാര്യയായി സ്വീകരിക്കുന്നില്ല എന്നുള്ളതൊന്നും എന്നെ സംബന്ധിക്കുന്ന വിഷയമേ അല്ല. പക്ഷേ ഇവിടെ എത്ര നാൾ ജീവിക്കാൻ തീരുമാനിക്കുന്നു അത്ര കാലം തന്നെ അവൾ ഈ വീട്ടിലുണ്ടാവും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മകനിൽ അവൾക്കൊരു കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞ് ഈ വീട്ടിൽ തന്നെ വളരും. പണിക്കത്ത് ശങ്കരനാരായണൻ്റെ പേരക്കുഞ്ഞായിട്ടല്ല ആ കുഞ്ഞ് വളരാം, കളരിക്കൽ സുധാകരൻ മാഷിൻ്റെ മകൻ്റെ കുഞ്ഞായിട്ട്, എൻ്റെ പേരക്കുട്ടിയായിട്ട് ഈ വീട്ടിൽ ആ കുഞ്ഞ് വളരും. അത് ഞാൻ പറയുന്ന വാക്കാണ് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ശ്രീകാന്തിന് അതൊരു അപമാനം പോലെ തോന്നാൻ കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. കാരണം മാഷ് അങ്ങനെ പറയുന്നൊന്നും വിചാരിക്കില്ല. അങ്ങനെ ശ്രീകാന്ത് നാണക്കെട്ട് തലകുമ്പിട്ട് ഇങ്ങനെ പോകും. മാഷ് അകത്തേക്ക് പോകും കേട്ടോ. വേദയ്ക്കല്ല നമ്മുടെ നന്ദിരിക്കാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ട് ആകെ കുശുമ്പാണ്. വേദയ്ക്ക് ഇങ്ങനെ സങ്കടം വന്ന് വേദ കരയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്ന രാത്രി വിക്രം ഇങ്ങനെ റൂമിലിരുന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദ അവിടെ കയറി, ഞാനൊരു കാര്യം പറയട്ടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. നിൻ്റെ ഏട്ടൻ്റെ കാര്യമായിരിക്കും നീ പറയാൻ പോകുന്നതെന്ന് പറയട്ടോ. ഞാൻ ചേട്ടൻ്റെ കാര്യം ഇന്നേ വരെ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ, നിങ്ങളോട് ഞാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചോദിക്കുകയാണ് കേട്ടോ. പിന്നെ എന്താ നിനക്ക് പറയാനുള്ളതെന്ന് ചോദിക്കുകയാണേ. അതെല്ലാം ആ 5 ലക്ഷം രൂപ, ആ 5 ലക്ഷം രൂപ പ്രോസിക്യൂഷന് അവിടെ ഹാജരാക്കിയിട്ടുണ്ടെങ്കിലാണ് പ്രശ്നം. അതായത് ആ 5 ലക്ഷം രൂപ ഇപ്പോൾ എവിടെയാണെന്ന് നമുക്കറിയൂല. അതാണിപ്പോൾ നമ്മൾക്ക് മുന്നിലുള്ള ഏക പ്രശ്നം എന്ന് പറയാൻ. അതൊക്കെ ശരി തന്നെയാണ്. ആ 5 ലക്ഷം രൂപ എവിടെയായിരിക്കും എന്ന് ഊഹിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ടേ. അപ്പോൾ അതൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ബാങ്കിൻ്റെ മാനേജർ ഉണ്ടല്ലോ, അയാൾ വിചാരിച്ചാൽ മാത്രം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ അയാൾ പിടിച്ചാൽ പോരെയെന്ന് ചോദിക്കുകയാണ്. പക്ഷേ അയാൾ സത്യമൊന്നും പറയില്ല. അയാൾ ചിലപ്പോൾ ശ്രീയേട്ടൻ എടുത്തിട്ടുണ്ടെന്നേ പറയുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കോടതിയിൽ വെച്ച് സത്യം മാറ്റി പറയുകയും ചെയ്യും. അപ്പോൾ മറ്റേ സുഭാഷ് ചെയ്തതുപോലെ എന്ന് പറയട്ടോ. അപ്പോൾ നമ്മളെ വിക്രം പറയുകയാണേ, നീ പറയുന്നത് കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ 5 ലക്ഷം രൂപ എന്തായാലും ശ്രീയേട്ടൻ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവില്ല, ബാങ്കിലും വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആ മാനേജറെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സത്യം അറിയാൻ പറ്റുമെന്ന് പറയാണ്. അപ്പോൾ വിക്രം വന്നിട്ട് പറയുന്നത്, നീ ഇന്ന് ആ സുഭാഷിനെ വിസ്തരിച്ചില്ലേ, ആ ഒരു രീതി ശരിയായില്ല, അത് തന്നെയാണ് സംഭവം എന്ന് പറയുകയാണെ. നിൻ്റെ അപ്രോച്ച് ശരിയല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലേ അയാളെ മണിയായിട്ട് സത്യം പറയുമെന്ന് പറയാം കേട്ടോ. അപ്പോൾ തൽക്കാലം നീ പറഞ്ഞതിന് താങ്ക്സ്, ഒരു ഐഡിയ ഇട്ട് തന്നല്ലോ. ആ പണം എവിടെയുണ്ടെന്ന് കണ്ടെത്താനായിട്ട് അയാളെ കിട്ടിയാൽ മതി എന്ന് പറയാം കേട്ടോ. അപ്പോൾ ബാങ്കിൻ്റെ മാനേജർ പിടിക്കാനുള്ള തീരുമാനമാണ് വിക്രം എടുക്കുന്നത്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എന്തായാലും ഞാനൊരു കൈ ശ്രമിച്ച് നോക്കട്ടെ, നീയായിട്ട് പറഞ്ഞ ഐഡിയ ആണെന്നുണ്ടെങ്കിലും ഞാനൊന്ന് ശ്രമിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുകയാണ് കേട്ടോ വിക്രം. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.